പത്രങ്ങളിലും ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു എക്സ്ക്ലൂസീവായിട്ട് വരുന്നതിന് മുന്നേ തന്നെ എഴുതപ്പെട്ട ഒരു നോവലാണ് ഇത്. നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും. ചന്ദ്രിക എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പിൽ ഇത് കണ്ടച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു നോവലാണ്. അജി അജൂബ എന്നുള്ള പേര്. പിന്നീട് അത് നോവലായപ്പോൾ വിനിമയം എന്ന പേര് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ നോവലിൽ ഇതുപോലുള്ള അതുപോലെ ഇത് നമ്മുടെ മുന്നോട്ട് വെക്കുന്ന ഒരു ബദൽ രാഷ്ട്രീയമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പൊ ഇന്ന് ഇതിൽ ചിന്നനഗരം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ മേൽ പോലും അല്ലെങ്കിൽ അവരുടെ പരിസ്ഥിതിയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് മുന്നിൽ വെക്കുമ്പോൾ അതിനെതിരെ ഇവർ ശബ്ദമുയർത്തുന്നുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ ശരിക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ എന്ത് വികസന നയമായാലും ജനത്തിന് പ്രയോജനമില്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ജനത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ അത് ഭരണപക്ഷം ഒരുപക്ഷെ അതിന് അനുകൂലമായാലും പ്രതിപക്ഷം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ കക്ഷി ഏതായാലും അവർ അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന അനുഭവം നേരെ തിരിച്ചാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നില്ല, അവരെല്ലാം ഒന്നാണ്. അപ്പൊ ആ ഒരു കൂട്ടുകെട്ടിന് എതിരായിട്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഇവിടെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന് വേണ്ടത്ര പ്രോത്സാഹനം ഒന്നുമല്ല കിട്ടുന്നത്. അതിനെ എങ്ങനെ തകർക്കാം എന്നാണ് അതിന് ഈ പഞ്ചായത്ത് പ്രസിഡന്റും അതിന്റെ ശിങ്കിടികളുമായിട്ട് നടക്കുന്ന ആൾക്കാർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി പണവും ഗുണ്ടായുസവും വരെ അവർ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ആയിട്ട് പോലും ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ്. ജനങ്ങൾക്ക് ആ കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടുകയാണ്. ഇല്ലാത്തവരെ ഭൂമാഫിയകൾ വന്നിട്ട് പല പ്രലോഭനങ്ങൾ നൽകുകയും പണം നൽകുകയും ഇനി അത് ഫലിക്കാതെ വരികയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയും അവർക്ക് ആ നഗരം ആ ഗ്രാമം തന്നെ അവർക്ക് നഷ്ടമായി പോവുകയാണ്. ജന്മനഗരം അല്ലെങ്കിൽ ജന്മസ്ഥലം അവർക്ക് നഷ്ടമായി പോവുകയും അതിന് പകരം ഇതുപോലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ പോലുള്ള അത് അവരുടെ ഗ്രാമത്തിലേക്ക് വരികയാണ്. ശരിക്കും ഇതുപോലുള്ള ഗ്രാമത്തിനെ തുടച്ചു നീക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അവർക്ക് വീട് വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. അവരുടെ സ്വന്തം സ്ഥലം മറ്റ് ആരോ വന്ന് കൈക്കലാക്കി പോവുകയാണ്. അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ വെള്ളം നമുക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ സങ്കല്പം വെള്ളം നമ്മുടെ സ്വത്താണ് അല്ലെങ്കിൽ വെള്ളം നമുക്ക് ആർക്കും സൗജന്യമായി കിട്ടുന്ന നമ്മുടെ അവകാശമാണ്, ഭൂമിയുടെ അവകാശമാണ് എന്ന് നമ്മൾ കരുതിയിരുന്ന ആ ജലം പോലും ഇന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അല്ലെങ്കിൽ പൈസ കൊടുത്താൽ പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള അവർക്ക് മാത്രം ചിലവും നമ്മളെ അതിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്കും ചിലപ്പോൾ വന്നുകൂടാകുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഭീഷണമായ പരിസ്ഥിതികൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു നോവലാണ് വിനിമയം. അപ്പൊ എന്തുകൊണ്ട് ഇതിന് സാമൂഹിക പ്രസക്തി വരുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ പ്രസക്തി മനസ്സിലാകുന്നത്. പൊതുവെയുള്ള നോവലുകൾ അല്ലെങ്കിൽ അതിന്റെ പ്രമേയങ്ങളെല്ലാം നമുക്ക് അപരിചിതമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ ഇത് ഈ ചിന്നനഗരം ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ നോവലിലെ മാത്രം ഗ്രാമമല്ല, ഇന്ത്യയിലെ ഏതൊരു ഗ്രാമത്തിനെയും ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന ഒരു കഥയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രാമം ഇത് ചിന്നനഗരം ഗ്രാമം മാത്രമല്ല, നമ്മുടെ എല്ലാവരും നമ്മൾ ജീവിക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ പോലും ഇതിന്റെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ ആഗോളവൽക്കരണം പിന്നെ ഉദാരവൽക്കരണം എന്നൊക്കെ നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത് മാത്രമല്ല, നമ്മളും പതിയെ ഈ ഭീമാകാരമായ ഇഴജന്തുവിന്റെ വായിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥയുണ്ട്. അത് നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചു തരികയാണ് ഈ വിനിമയം എന്ന് പറയുന്ന നോവൽ. ഈ നോവലിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഖലീൽ ജിബ്രാന്റെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടാണ് ആ നോവൽ തുടങ്ങുന്നത് തന്നെ. അയ്യോ സ്വാതന്ത്ര്യമേ വരിക, ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ള ഒരു നിലവിളിയോട് ആ നോവൽ തുടങ്ങുകയാണ്. ശരിക്കും ആ കവിതയിൽ പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച സ്വാതന്ത്ര്യമല്ല, ഇനി നമ്മൾക്ക് ഉള്ളതും കൂടി ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് സ്വാതന്ത്ര്യം എന്ത് എന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഏത് സ്വാതന്ത്ര്യമാണോ നമുക്ക് ലഭിക്കേണ്ടത് ആ സ്വാതന്ത്ര്യം നമുക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ദളിതോ ആദിവാസിയോ മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളും ഈ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അവസ്ഥ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും.
കേരളത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലുമൊക്കെ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നും ഈ ബീഹാറിന്റെയോ അല്ലെങ്കിൽ എന്തിനേറെ ബീഹാറിൽ പോകുന്നു, തമിഴ്നാട്ടിൽ നമ്മൾ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും പല തമിഴ്നാട് സംസ്ഥാനത്തിന്റെ തന്നെ പല ഗ്രാമങ്ങളിൽ പോയാലും നമുക്കിന്നും അവിടെ സ്വാതന്ത്ര്യം എത്തി നോക്കിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നാം. ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു നോവലാണിത്. പലപ്പോഴും നോവലിസ്റ്റുകൾ ഇങ്ങനെയുള്ള സത്യങ്ങളെ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം കാണിക്കാറില്ല. കാരണം ഇത് ഇന്ന് സാറിന് അവർ ഉദ്ദേശിക്കുന്ന ഒരു നോവൽ എഴുതിയാൽ അതിന് എത്ര വിപണന സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ ഇവിടെ വിപണന സാധ്യതയല്ല, ഇതുപോലുള്ള സത്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ വായനക്കാരന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നോ അവനെ അതിലേക്ക് ഉണർത്തുക എന്നുള്ള ആ ഒരു സങ്കല്പമാണ് അതിലുള്ളത്. മതം, രാഷ്ട്രീയം, സംഘടന ഇതെല്ലാം കൊണ്ട് ഓരോരുത്തരെ അല്ലെങ്കിൽ ഓരോരോ മനുഷ്യരെ ഓരോരോ കള്ളികളിലേക്ക് വകഞ്ഞു മാറ്റുകയും അവനെ സമൂഹത്തിന്റെ നന്മകളിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കള്ളികളിലാക്കിയിട്ട് അതിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് ഊർജിതമായി നടക്കുകയും അതിൽ അവർ ഒരു ഏറെക്കുറെ വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഈ നോവൽ ആ നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ മാനവിക ദർശനം അവതരിപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള കള്ളികളിൽ പെട്ടുപോകാതെ അന്യന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ മതമോ ജാതിയോ നോക്കാതെ അന്യന്റെ ദുഃഖം എന്റെ കൂടെ ദുഃഖമാണെന്ന് കണ്ടിട്ട് അവനും ഞാനും ഒന്നിച്ച് നന്നാകണം അല്ലെങ്കിൽ അവന്റെ സഹായം എന്നിൽ നിന്നുണ്ടാകണം എന്നുള്ള മാനവികത ഉയർത്തുന്ന ഒരു നോവലും കൂടിയാണ് ഈ നോവൽ. ആ നോവലിസ്റ്റിന്റെ ഈ മാനവിക ദർശനമാണ് അതിൽ കാണുന്നത്. അത് മാത്രമല്ല, ഈ സ്വാമി വിവേകാനന്ദം പറഞ്ഞ പോലെ അറൈസ് അവൈ ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ് എന്ന് പറയുന്ന പോലെ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധിത എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യബോധവും ഇതിലുണ്ട്. അതായത് മനുഷ്യൻ എന്ന് പറയാൻ മനനം ചെയ്യാൻ കഴിവുള്ളവനാണ്. അവൻ സ്വന്തം നിലയ്ക്ക് ചിന്തിക്കുക, മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മതമോ സംഘടനയോ പറയുന്നതല്ലാതെ മനുഷ്യന്റെ നന്മയിൽ ഊന്നിക്കൊണ്ട് മനുഷ്യന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹ ജീവി എന്നുള്ള നിലയ്ക്ക് അവൻ സമൂഹത്തിലും അതുപോലെ തന്നെ സഹജീവികളായ മറ്റു മനുഷ്യരോടും ഇതുപോലുള്ള നിറങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിഭാഗീയതയോ വെച്ച് പുലർത്താതെ അവന്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ബോധനത്തോടു കൂടിയാണ് ആ നോവൽ അവസാനിക്കുന്നത്. സിദ്ധാർത്ഥന്റെ യാത്ര, ആ നോവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്ര തുടക്കത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അതിൽ കൂടുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഏത് വായനശാലയിലും അതിന്റെ സജീവ പ്രവർത്തകരായിരിക്കുന്നത് മിക്കവാറും യുവാക്കളായിരിക്കും. എന്തുകൊണ്ട് യുവാക്കൾ ഇങ്ങനെ സജീവ പ്രവർത്തകരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കൗമാരപ്രായം കഴിയുന്നതോടുകൂടി നൈതിക ബോധം ഉളവാകുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും യുവാക്കളായിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ഈ യുവാക്കൾ കുറെ ജീവിതം കഴിഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർ നിരാശപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ തന്നെ ഒരു മാഷിന്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യം ആദർശവും മറ്റു കാര്യങ്ങളൊക്കെ ഈ സിദ്ധാർത്ഥനെ ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഒരു പ്രായപരിധി കഴിയുന്ന സമയത്ത് അദ്ദേഹം വളരെ നിരാശനമായിട്ട് ഇതിൽ നിന്നെല്ലാം പിന്മാറി പോകുന്ന ഒരു അവസ്ഥ സിദ്ധാർത്ഥൻ കാണുന്നുണ്ട്. പക്ഷെ സിദ്ധാർത്ഥൻ അതൊന്നും വകവയ്ക്കാതെ തന്റെ ലക്ഷ്യബോധത്തിലോടേക്ക് മുന്നേറിക്കൊണ്ട് സത്യസന്ധമായി എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഒരു ഗ്രാമം, ആ ദേശം മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു അവസ്ഥയാണ് അവസാനം കാണുന്നത്. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ വരുന്നത് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ രണ്ടു കൂട്ടരും ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇയാളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇയാളുടെ പിന്നിൽ അണിനിരക്കുന്നു എന്ന് കാണുകയും ചെയ്യുന്ന സമയത്ത് ഭരണപക്ഷമില്ല പ്രതിപക്ഷമില്ല, അവർ രണ്ടു കൂട്ടരും ചേർന്ന് ഇവരെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിനെയെല്ലാം അവർ ഊർജ്ജസ്വലമായി നേരിടുന്നു. പക്ഷെ ആ നേരിടലിന് അവരുടെ കയ്യിൽ പണമില്ല, അതുപോലെ തന്നെ ആയുധ ശക്തിയില്ല, ഗുണ്ട ശക്തിയില്ല, അതുപോലെ നിയമപരമായിട്ടോ പോലീസ് പരമായിട്ടോ ഒന്നും അവർക്ക് ശക്തിയില്ല. കാരണം ഈ ശക്തികളെല്ലാം നിലനിൽക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ അവസാനം ഈ വായനശാല തന്നെ കത്തിച്ചു കളയുന്ന ഒരു രംഗം നമുക്ക് കാണുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഇതുപോലെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പലരും നമ്മൾ ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആ കൊല ചെയ്യപ്പെടുന്നവരെ പറ്റി നമ്മൾ പത്രത്തിൽ
അന്നേ ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ഉള്ള ഒരു ചെറിയൊരു വാർത്ത വരുന്നതല്ലാതെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആരും അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഭീകരമായ ഒരു അവസ്ഥയിൽ, സാമൂഹ്യ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഈ സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് അദ്ദേഹം ഈ നോവൽ നമ്മുടെ മുന്നിലേക്ക്, വായനക്കാരന്റെ മുന്നിലേക്ക്, വായനക്കാരൻ മാത്രമല്ല സത്യസന്ധമായി പ്രവർത്തിക്കാൻ, സമൂഹത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ, മറ്റ് യാതൊരു വിഭാഗീയതയും ഇല്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കാൻ, സ്വതന്ത്രമായ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനുള്ള ഒരു തീക്കനൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ടാണ് ഈ നോവൽ അവസാനിപ്പിക്കുന്നത്. അപ്പൊ